VS-ന് ചവറയുടെ ആദരാഞ്ജലി. ചവറ ബസ് സ്റ്റാൻഡിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ 5:45ഓടെയാണ് വിലാപയാത്ര ചവറയിലെത്തിയത്. VS ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമാണ്. അദ്ദേഹം മധ്യസ്ഥരോടും പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് വിശാലമാണ്. സാധാരണക്കാർക്കും അനീതിക്കുമെതിരായി അദ്ദേഹം ഏതറ്റം വരെയും പോകുന്ന ഒരു പ്രകൃതമാണ് VS-നുള്ളത്. അദ്ദേഹം വളർന്നു വന്ന പാത ആ തരത്തിലുള്ളതായിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അത്തരക്കാർക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ VS-നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളായി മാറിക്കഴിയാൻ കഴിഞ്ഞതും 10 മണിക്കൂറിലധികം വൈകിയാണ് VS-ന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം ചവറയിലെത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകനാണ് VS എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് VS-ന്റെ മൃതശരീരം ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂട്ടുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നു. സ്വന്തം ജീവിതം മുഴുവൻ ഉടനീളം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി വിനിയോഗിച്ച അസാമാന്യമായ ശേഷിയുള്ള വ്യക്തിത്വത്തിനുടമയാണ് VS. അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആപാരവൃദ്ധ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അവസാനമായിട്ടൊന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ അർദ്ധരാത്രിയിലും ഈ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. രാത്രിയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വഴിയോരങ്ങളിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വൈകിയതിനാൽ പുലർച്ചെ 5:45ഓടെയാണ് VS-ന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ചവറയുടെ മണ്ണിലെത്തിയത്. ചവറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. നമ്മുടെ ജില്ലയിലൂടെ VS-ന്റെ ഭൗതിക ശരീരം അന്ത്യോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ കാവനാട് എത്തിയിരിക്കുകയാണ്. അടുത്തത് ഈ കാവനാട് നിന്നും ചവറയിലേക്ക് എത്തുക സാധാരണ വരുന്ന അത്രയും ഒരു വേഗത്തിലെത്താൻ പറ്റില്ല. കാരണം ഓരോ ജംഗ്ഷനുകളിലും ജനസമൂഹം ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം കൃത്യം സമയം ഏത് സമയത്ത് ആലപ്പുഴയിൽ എത്തും എന്നുള്ളത് അത് കണ്ടു തന്നെ കാണണം. ആ രീതിയിൽ ജനങ്ങളെ തങ്ങളുടെ പ്രിയ നേതാവ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്രയധികം സ്പർശിച്ചു പോയ ഒരു നേതാവ് വേറെ ഇല്ലാന്ന് വേണം പറയാൻ. സമര പോരാട്ടത്തിലൂടെ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റവും ജനങ്ങളുടെ മാത്രമല്ല ഈ പ്രകൃതിയുടെയും ഒക്കെ തന്നെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ പോരാടിയ ദീർഘനാളത്തെ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിനെ വീണ്ടെടുത്ത വലിയ നേതാവാണ്. കഴിഞ്ഞ പുലർച്ചെ 12:40ഓടെയാണ് കൊല്ലം ജില്ലയിൽ വിലാപയാത്രയ്ക്ക് പ്രവേശിക്കാനായത്. പാരിപ്പള്ളിയിൽ ജനസഹസ്രങ്ങളാണ് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. VS ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു. 1964 പാർട്ടി പിളർന്ന CPM രൂപീകൃതമായപ്പോൾ ആ 34 പേരിൽ ഒരാളായിരുന്നു VS. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു VS. ഒരു തൊഴിലാളിവർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് കാണിച്ചു തന്ന നേതാവായിരുന്നു VS. പിന്നിട്ട വഴികളിലെല്ലാം സ്നേഹത്താൽ പൊതിഞ്ഞ VS-ന് അന്ത്യാഭിവാദ്യങ്ങൾ ജനങ്ങൾ അർപ്പിച്ചു. മഴയത്തും അണയാത്ത അമരസ്മരണകളുടെ തീജ്വാലയായി VS മാറുന്ന കാഴ്ചയാണ് അവസാന നിമിഷവും കണ്ടത്.
CPM-ന്റെ നേതൃത്വത്തിലായിരുന്നു ചവറയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, മുൻ MP K സോമപ്രസാദ്, T മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറെ വിഷമത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ സമരനായകൻ സഖാ VS-ന്റെ മരണം നമ്മളെല്ലാവരും ശ്രമിച്ചത്. ഈ വൈകിയ വേളയിലും അദ്ദേഹത്തെ കാണാൻ ആയിരങ്ങൾ എത്തുന്നത് അദ്ദേഹം ഒരു സമര രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആളായതുകൊണ്ടാണ്. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്, അധസ്ഥിതന്, സാധാരണക്കാരന്, തൊഴിലാളി വർഗത്തിന് ഒരു സമര പോരാട്ടത്തിന് ചരിത്രം രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ട സഖാവാണ് സഖാ VS അച്യുതാനന്ദൻ. VS ഒരു ചരിത്രമായി മാറുകയാണ്. നമ്മളെ ജന്മിത്ത വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിൻ്റെ ഐതിഹാസിക സമരങ്ങളിൽ തുടക്കം കുറിച്ച് ചുറ്റുവട്ടാളത്തോട് ഏറ്റുമുട്ടി വീരേതിഹാസം രചിച്ച രക്തസാക്ഷികളുടെ മണ്ണിൽ പിറന്ന VS ആണ് നമ്മളിൽ നിന്നും വേർപെട്ടു പോകുന്നത്. ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്, ഒരു നൂറ്റാണ്ട് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും VS-നെ ഓർക്കുമ്പോൾ ഇനിയും നമ്മളെ നയിക്കേണ്ടത് VS ആണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷവും മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.